ഹലോ ഗായ്സ്, എല്ലാവർക്കും റോങ് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതിൽ ഈ ഒരു ചാനലിൽ മൈൻക്രാഫ്റ്റ് അതുപോലെ തന്നെ വേറെ കുറേ ഗെയിംസിൻ്റെ ഗെയിം പ്ലേ വീഡിയോസ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു സെർവറിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പമാണ് ഞാൻ ഈ മൈൻക്രാഫ്റ്റ് വേൾഡ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും അധികം മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ കുറച്ചധികം മരം വെട്ടി, എൻ്റെ ഒരു ഇതിൽ മരം വെട്ടി നമുക്ക് ഏറ്റവും അധികം കുറച്ച് സ്റ്റോൺ ടൂൾസൊക്കെ ഒപ്പിക്കണം, പിന്നെ ഒരു വീട് പണിയണം എന്നൊക്കെയാണ് എൻ്റെ ഒരു സെറ്റപ്പ്. ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണം, അതിനോട് പ്രത്യേകിച്ച് ഇപ്പോൾ അങ്ങനെ വീഡിയോയുടെ ഇത് പറയാനൊന്നും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അത് കാരണം ഒരു ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ ആ ഒരു മരത്തിൻ്റെ സൈഡിൽ ക്രാഫ്റ്റ് ടേബിൾ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് പൊക്കാം. അപ്പോൾ നമ്മളവിടെ നിന്ന് ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഞാനിനി വിചാരിക്കുന്നത് നമുക്കൊരു സ്റ്റോൺ മൈൻ ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്കൊരു നല്ലൊരു സ്പോട്ട് നോക്കിയിട്ട് നമുക്കവിടെ കുഴിക്കാം. നല്ലൊരു സ്പോട്ട് നമുക്ക് ഈ എപ്പിസോഡിൽ തന്നെ ബേസ് പണിയാം കേട്ടോ. എൻ്റെ ഒരു ഐഡിയ. നമ്മുടെ ഫ്രണ്ട് ജോയിൻ ചെയ്തിട്ടാ. ഇന്ന് ചിലപ്പോൾ അവൻ്റെ ഒപ്പം കളിക്കാൻ പറ്റില്ല, കാരണം അവനെന്തോ നെറ്റ് ഇഷ്യൂ ഉണ്ട്. അത് കാരണം അവൻ ജോയിൻ ക്വിറ്റാവുക അങ്ങനെയാണ്. അതുകൊണ്ട് ചിലപ്പോൾ അവൻ്റെ ഒപ്പം ഇന്ന് കളിക്കാൻ പറ്റില്ല. ഇങ്ങോട്ടുള്ള എപ്പിസോഡിൽ അവർ റെഡി ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബൈ ദ വേ, എൻ്റെ പേര് ഇവാൻ എന്നാട്ടോ ഗൈസ്. അപ്പോൾ എൻ്റെ പേര് ഇവാൻ എന്നാണ്. നമുക്ക് ഇവിടെ ഈ ഒരു കുഴിയിൽ തന്നെ നമുക്ക് നിൽക്കാട്ടോ. ഈ കുഴിയിൽ തന്നെ കുറച്ചല്ല മീൻസ് കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യാം, അങ്ങനെ കുറച്ച് ടൂൾസൊക്കെ ഉണ്ടാക്കാം. നമുക്കൊരു പിക്കാക്സ് വേണം കേട്ടോ ഗൈസ്. പിക്കാക്സ് ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഞാനൊരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ സ്റ്റോൺ പൊട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ഒരു പിക്കാക്സ്, ആക്സ്, സോഡ്, പിന്നെ ഒരു ഫർണസിനുള്ള സ്റ്റോൺ നമുക്ക് താൽക്കാലികമായിട്ട് പൊട്ടിക്കാം കേട്ടോ. നമുക്കിപ്പോൾ താൽക്കാലികമായിട്ട് ഇത്രയധികം സാധനങ്ങൾ മതി. നമ്മുടെ മുകളിൽ നമ്മുടെ ഫ്രണ്ട് നടക്കണമെന്നുണ്ട്. മുകളിലേക്ക് നോക്കി വെക്കാം. അവൻ എൻ്റെ മുകളിൽ നടക്കുന്നുണ്ട്. നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്യൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് കോള് കിട്ടിയിട്ടാ. മുകളിൽ നിന്ന് വീണല്ലോ. മുകളിൽ നിന്ന് വീണ്ടാൻ സ്റ്റക്കായി നിൽക്കുകയാണ് ഗൈസ്. എന്താണെന്ന് അറിയില്ല. നമുക്ക് അപ്പുറത്ത് കട്ട പൊട്ടിച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ നോക്കി വെക്കാം. അപ്പുറത്തെ സൈഡിലും സ്റ്റക്ക് തന്നെയാണ് ഗൈസ്. അപ്പം നമുക്കിനി അത് സ്റ്റോൺ മൈൻ ചെയ്യൽ കണ്ടിന്യൂ ചെയ്യാൻ നല്ലത്. അപ്പം നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്യൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഒന്ന് സ്റ്റോൺ പൊട്ടിക്കട്ടെ ഗൈസ്. അപ്പം ഗൈസ് കുറച്ചും കൂടി സ്റ്റോൺ മൈൻ ചെയ്ത് നമുക്ക് നിർത്താമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കണത്. എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു കുറച്ച് സ്റ്റോൺ ആയിട്ടുണ്ട്. നമുക്കിനി ഭാവിയിൽ ആവശ്യം വരും. അപ്പം നമുക്ക് അപ്പം മൈൻ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് നെറ്റ് ചെയ്യാണ്ട് കുറച്ച് നേരം ഇളകിയിട്ടില്ല കേട്ടോ. അവൻ സ്റ്റില്ലായി നിൽക്കുന്നുണ്ട്. അവനവിടെ സ്റ്റില്ലായി നിൽക്കുക. ഒരു സെക്കൻഡ് കേട്ടോ. ഞാൻ ഈ മൈൻക്രാഫ്റ്റിൻ്റെ പാട്ട് ഭയങ്കര സൗണ്ടാണ്. സൗണ്ട് കുറക്കട്ടെ കേട്ടോ. അപ്പോൾ സൗണ്ട് കുറച്ചിട്ടുണ്ട് ഗായ്സ്. നമ്മളിങ്ങനെ സ്റ്റോൺ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ നോക്കി നിൽക്കുകയാണോ സംശയമുണ്ടല്ലോ. ഞാൻ നോക്കിയാവട്ടെ കേട്ടോ ഗായ്സ്. അവനൊന്നും നോക്കി നിൽക്കൊന്നുമില്ല. അല്ല. അപ്പം നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്യാനുള്ള കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ സൗണ്ടിൽ അഥവാ സൗണ്ട് കുറവാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ സൗണ്ട് ഇനി പറയുമ്പോൾ കൂട്ടി പറയാം കേട്ടോ. അപ്പം നമുക്ക് കുറച്ചുകൂടി സ്റ്റോൺ മൈൻ ചെയ്യാം ഗായ്സ്. നമുക്ക് ഇപ്പോൾ അത്യാവശ്യത്തിന് സ്റ്റോൺ ആയിട്ടാ ഗായ്സ്. ഇത്ര സ്റ്റോൺ മതിയാവും നമുക്ക്. അപ്പോൾ അവനെ വൈൻ മൈനർ ആഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഞാനത് ആഡ് ചെയ്തില്ല. നമുക്ക് തന്നെ ഈ ഗോള് പൊട്ടിച്ചെടുക്കട്ടെ ഗായ്സ്. പൊട്ടിക്കാം. അവൻ ലെഫ്റ്റ് ആയില്ലേ? സാരില്ല, അവൻ നെറ്റ് ഇഷ്യൂ അല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പം നമുക്ക് ഇവിടെ ഇരിക്കുന്ന കോളും ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ വുഡൻ പിക്കാക്സ് ഭയങ്കര സ്ലോ ആയാലേ. നമുക്ക് ഒരു സ്റ്റോൺ പിക്കാക്സ് ഇപ്പോൾ ഉണ്ടാക്കാം. കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളൊരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കിയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കോൾ കൂടി മൈൻ ചെയ്യാം കേട്ടോ. മൈൻ ചെയ്തെടുക്കട്ടെ.
കോൾ 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 കോൾ. അപ്പോൾ ഗായ്സ് കുറച്ചുകൂടി കോളുള്ളോട്ടെ, ബാക്കി കോളുകൂടി ഒന്ന് വേഗം പൊട്ടിക്കട്ടെ. കുറേ കോളുണ്ട് കേട്ടോ ഗായ്സ്, നമുക്കൊക്കെ പൊട്ടിക്കട്ടെ. എനിക്ക് എന്നിട്ട് കോളൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് എന്നിട്ട് സംസാരിക്കണേന്ന് വരെ പിടിയൊന്നുമില്ല ഗായ്സ്. അപ്പോൾ ഒരു കാര്യം പറയാണ്ട്, നിങ്ങൾ ആദ്യമായിട്ട് തന്നെയാവും എന്തായാലും എല്ലാവരും ചാനൽ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എന്നാലാണ് എനിക്കൊരു മോട്ടിവേഷൻ ആവുള്ള പുതിയ പുതിയ വീഡിയോസ് ഉണ്ടാക്കാനും ഇടാനും. അപ്പോൾ ഇനി കുറച്ചും കൂടി കോളോട്ടോ, അതും കൂടി നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. കുറച്ചും കൂടി കോളുണ്ട്, അതും കൂടി നമുക്ക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. കോള് സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ആവശ്യം വരും കേട്ടോ, സ്മെൽട്ടിങ്ങിൻ്റെ കാര്യങ്ങൾക്കൊക്കെ. നമ്മുടെ കോളൊക്കെ തീർന്നു കേട്ടോ ഗൈസ്. നമുക്ക് ഇനി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം. കോളെല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, പുറത്തേക്ക് ഇറങ്ങണ്ടേ ഗൈസ്. അപ്പം നമ്മൾ പുറത്തിറങ്ങാൻ മുകളിൽ കട്ട പൊട്ടിച്ച് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. എല്ലാ കോളും നമ്മൾ അവിടെ നിന്ന് മൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു കത്തി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഈ ക്യാമ്പ് ഫയർ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഞാൻ ഏറ്റവും നോക്കട്ടെ കേട്ടോ, കത്തിക്കാണോ ആക്സിനാണോ ഡാമേജ് കൂടുതലെന്ന്. എന്താ വെച്ചാൽ ചിലപ്പോൾ മറ്റേ ജാവയിൽ ആക്സിനല്ല ഡാമേജ് കൂടുതൽ. ഞാൻ സാധാരണ ജാവയെ കളിക്കാറ്, പക്ഷെ എൻ്റെ കമ്പ്യൂട്ടറിന് റെക്കോർഡിങ് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. കത്തിക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ കത്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ കത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി പുറത്തേക്ക് പോകാൻ കട്ടപ്പല്ല, മീൻസ് പുറത്തേക്ക് പോകട്ടെ ഗൈസ്. ഈ കുഴിയിൽ നിന്ന് കുറേ നേരമായി നമ്മുടെ ഇതിനുള്ളിൽ, ഏകദേശം രാവിലെ ആയിട്ടുണ്ടാവും എന്തായാലും. എന്തായാലും നമ്മൾ കുറേ നേരം ഇതിനുള്ളിൽ ഇരിക്കുന്നു. അപ്പോൾ രാവിലെ എന്തായാലും ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിങ്ങനെ കട്ട പൊട്ടിച്ച് പോടാം. ഡേർട്ടോളാണ്, സ്റ്റോൺ അത്യാവശ്യം ആയിട്ടുണ്ട്. ഡേർട്ട് ഗായ്സ്. അപ്പോൾ ഏകദേശം രാവിലെ ആയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഗായ്സ്. പുറത്തിറങ്ങി നമ്മൾ. അപ്പോൾ നമുക്ക് ചുറ്റോട്ടം നോക്കി വെക്കാം. സ്പോൺ വലിയ കുഴപ്പമില്ല, പക്ഷേ ഭയങ്കര ലാഗ് ഉണ്ട് കേട്ടോ ഗെയിം. നമ്മളിപ്പോൾ പുറത്തിറങ്ങി ചുറ്റോട്ടൊക്കെ നോക്കി, ചെറിയതല്ല, അത്യാവശ്യം ലാഗ് ഉണ്ട്. അത് നെറ്റ് ഇവിടെ എൻ്റെ സ്ലോ തന്നെയായിട്ടാക്കി തോന്നുന്നത്. നമുക്ക് കുറച്ച് മരമൊക്കെ വെട്ടി വീടൊക്കെ സെറ്റ് ചെയ്യണം. അതൊക്കെയാണ് എൻ്റെ പ്ലാൻ. നമുക്ക് ആ സ്കെൽട്ടനെ കൊല്ലട്ടെ ഗൈസ്. കൊല്ലാം. ഈ ഭയങ്കര ലാഗാണ് ഗൈസ്. കൂൾ ഡൗണിൻ്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞ ഗൈസ്, മൊത്തത്തിൽ ലാഗാണ്. നമുക്ക് സ്കെൽട്ടനെ ഗൈസ്. അപ്പോൾ നമ്മൾ സ്കെൽട്ടനെ കൊന്നുണ്ട്. നമുക്ക് ബോൺ വീല് ആ ഒരു റെസിപ്പി ആയിട്ടാണല്ലോ ഒക്കെ അയക്കണത്. നമുക്ക് ഇനി ഈ ഏരിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് ഷീപ്പിനൊക്കെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് മറ്റേ ബെഡ് ഉണ്ടാക്കാൻ വൂൾ ഒപ്പിക്കണം കേട്ടോ. അതാണ് അടുത്ത ടാസ്ക്. അപ്പോൾ നമുക്ക് കുറച്ച് ഷീപ്പിനെ കൊല്ലാം. നമുക്ക് കൊന്നിട്ട് കുറച്ച് വൂൾ ഒപ്പിക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ബെഡ് ഉണ്ടാക്കാൻ ഷീപ്പിനെ കൊല്ലണം കേട്ടോ. നമുക്ക് ഈ ഷീപ്പിനെ കൊല്ലാൻ ഏറ്റവും ആദ്യം. ഷീപ്പ് ഭയങ്കര സ്പീഡാട്ടോ. അപ്പോൾ നമുക്ക് ഷീപ്പിനെ കൊന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ 2 ഷീപ്പിനെ കൊന്നിട്ട് കേട്ടോ. നമ്മൾ 2 ഷീപ്പിനെ ടോട്ടൽ കൊന്നു. നമുക്ക് ഇനി അതിനെ കൂടെ കൊന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വൂള് കിട്ടും കേട്ടോ. അപ്പോൾ ഗൈസ് അതിനെ നമ്മൾ കൊന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വൂള് കിട്ടിയപ്പോൾ നമുക്ക് ബെഡ് ഉണ്ടാക്കാനുള്ള വൂളായിട്ടാണ്. നമുക്ക് കുറച്ച് ഫുഡാണ് വേണ്ടത്. ഫുഡിന് വേണ്ടി നമുക്ക് ഒരെണ്ണത്തിനെ കൂടി കൊല്ലാമല്ലേ. നമ്മുടെ ഒരെണ്ണത്തിനെ അതിനും കൂടി നമുക്ക് കൊല്ലാട്ടോ ഗൈസ്. ഭയങ്കര ലാഗുണ്ട് ഗൈസ്. എന്തെങ്കിലും ചെയ്യണം ഗൈസ്. അപ്പം നമ്മൾ അതിനെ കൊന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ആ ഷീപ്പിനെ കൊന്നു. ഇനി നമുക്ക് ഒരു ബെഡും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം. നമുക്ക് ഏറ്റവും ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്യാട്ടോ. നമ്മൾ മറ്റേ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ തന്നെ വെച്ചു. അപ്പോൾ നമുക്ക് പുതിയത് ഒരെണ്ണം ക്രാഫ്റ്റ് ചെയ്യാം. നമ്മൾ ഒരെണ്ണം ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിനി നമുക്കിനി ബെഡ് ക്രാഫ്റ്റ് ചെയ്യാട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ലാഗാട്ടോ ഗൈസ്. ഞാൻ മറ്റേ ഇത് ചെയ്തുകൊണ്ടിരിക്കണത് എനിക്ക് മെല്ലെ വെച്ചാൽ മതി. പക്ഷെ ഞാൻ മറ്റേ ഞെക്കി പിടിച്ചിട്ട് സ്വൈപ്പ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ ഭയങ്കര ലാഗാട്ടോ അത് ഗൈസ്. അത് ഗീസറിൻ്റെ പ്രശ്നമാണ്, ഗീസർ. പക്ഷെ നമ്മളൊരു ബെഡ് ക്രാഫ്റ്റ് ചെയ്തിട്ടാ. നമുക്കിനി ഒരു ആക്സ് ക്രാഫ്റ്റ് ചെയ്യണം. ആക്സ് ക്രാഫ്റ്റ് ചെയ്യാൻ നമ്മുടെ ഒരു സ്റ്റിക്ക് കുറവല്ലേ. അപ്പോൾ ആ സ്റ്റിക്ക് ഉണ്ടാക്കണം. നമുക്കൊരു സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഒരു ആക്സ് ക്രാഫ്റ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്കൊരു ആക്സ് ക്രാഫ്റ്റ് ചെയ്യാം.
അപ്പോൾ ഗായ്സ് നമ്മളൊരു ആക്സ് ക്രാഫ്റ്റ് ചെയ്തിട്ടാ. ഞാൻ കുറച്ച് മരം വെട്ടട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗായ്സ് ഞാൻ കുറച്ച് മരം വെട്ടിയിട്ടുണ്ട്. 27 അല്ലേ, എത്ര എണ്ണം വെട്ടിയിട്ടുണ്ട്. ഞാൻ ഫുള്ള് പ്ലാങ്ക് ആക്കട്ടെ ഗായ്സ്. ഗായ്സ് അപ്പം നമ്മുടെ വീടൊക്കെ പണിത് കഴിഞ്ഞിട്ടാ. ഇതാണ്, ഇങ്ങനെയാണ് പുറത്തുനിന്നുള്ള ലുക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിലൊന്ന് അറിയിക്കണം. നമ്മളൊരു കുട്ടി വീടായിട്ട് ഉണ്ടാക്കിയിരിക്കണത്. സ്റ്റാർട്ടർ പീസ് ഒന്നല്ല, സ്റ്റാർട്ടർ പീസ് ആണ്, പക്ഷേ നമ്മളത്ര ക്രില്ലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടാ. നമുക്ക് ഇതാണ് ഇതിൻ്റെ പുറം ഭാഗം. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അതിൻ്റെ ഉൾഭാഗം ചെസ്റ്റിനുള്ളിൽ ഇത്ര സാധനങ്ങളുള്ളൂ. പിന്നെ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എൻ്റെ ചാനലിൽ ഈ വീഡിയോ ലൈക്ക്